ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു വ്ളോഗാണ് ചെയ്യുന്നത്. ഞങ്ങൾ വാഗമണ്ണിലേക്കൊരു ട്രിപ്പ് പോവാണ്. ഞങ്ങൾ രാവിലെ എന്ന് വെച്ചാൽ ഒരു 4:30 കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങി. കാരണം നേരത്തെ ആകുമ്പോൾ നമുക്ക് കുറച്ച് അങ്ങ് ഓടിയെത്താൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് പാഞ്ചാലിമേടിലൊക്കെ എത്തുമ്പോഴേക്കും തന്നെ ഒത്തിരി വെയിലൊക്കെ ഇല്ലാതെ തന്നെ നമുക്ക് അവിടെയൊക്കെ കാണാനൊക്കെ ഉള്ളൊരു സൗകര്യം കിട്ടും. അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ അങ്ങ് ഇറങ്ങി. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, വാഗമൺ എന്നൊക്കെ പറയുന്നത് ഒരു ഹിൽ സ്റ്റേഷനാണ്. അപ്പം പാഞ്ചാലിമേട് അവിടേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. നമുക്ക് അടിപൊളി റോഡും രണ്ട് സൈഡിലും നിറയെ മരങ്ങളും കാര്യങ്ങളും ഒക്കെ, നല്ല അടിപൊളി യാത്രയാണ്. നല്ല കൂൾ ആൻഡ് കാം ട്രാവലാണ്. അപ്പോൾ ഗൈസ്, ദാ സൺറൈസ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറേ ദൂരം യാത്ര ചെയ്ത് ആ ഒരു സൈൻ ബോർഡ് ഇവിടെ കാണുന്നുണ്ട്. പുലിക്കുന്ന് ജംഗ്ഷൻ എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരു സൈഡ് നിറയെ റബ്ബറാണ്. ഇവിടെ നല്ല റബ്ബറിൻ്റെ നല്ല കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയയാണ്. അപ്പുറത്ത് ബാബക്കുട്ടി വാട്ടർഫാൾസ്. ബാബക്കുട്ടി വാട്ടർഫാൾസ്. അത് മോതാക്കാൻ തന്നുമ്പോഴാ സൈഡ് താടേ പശു കാളാ അടി അങ്ങോട്ട് ഫോൺ അടിച്ചു നോക്കാൻ പോകുന്നു. ഇവിടെ നിന്ന് വീട് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മള് താഴെ താന്നങ്ങോട്ട് കയറി വന്നേ. ഉടുപ്പ് എന്തുവാണല്ലോ അത്. എന്റെ മോനെ ബാബു കൊടൈക്കനാലല്ല ഡ്യൂട്ടിയാ. അപ്പോൾ ഞങ്ങൾ പാഞ്ചാലിമേടിലേക്ക് പോകുന്ന വഴിക്ക് അടിപൊളി ഒരു വ്യൂ ഉണ്ട്. നല്ല കോടയായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ കണ്ട് അവിടെ ഇറങ്ങി അതൊക്കെ കണ്ടു, ആ വീഡിയോ ഒക്കെ എടുത്തു. അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു കാണാൻ. മേഘം ഇങ്ങനെ ഒഴുകി താഴെ ഇറങ്ങുന്ന പോലെയാണ് ആ കോട എങ്ങനെ കിടന്നത്. എന്താ വിശക്കുന്നോ? അറിയട്ടെ സ്ഥലം ഉണ്ടാക്കി തന്നേക്കുന്ന ചാവൻ. ആ മഞ്ഞിരിക്കുന്നു.
അപ്പോൾ ഗൈസ് നമ്മൾ പാഞ്ചാലിമേടിൽ ആ ലൊക്കേഷനിലേക്ക് അടുക്കാറായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ ഒരു ചർച്ചുണ്ട്. എന്താണ് നമ്മുടെ പാഞ്ചാലിമേട് സൈൻ ബോർഡ് വന്നിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളി വളവും തിരിവും ഒക്കെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ അടുക്കാറായിട്ടുണ്ട്. ഇവിടെ ഐ ലവ് പാഞ്ചാലിമേട് എന്നൊക്കെ ഒരു ബോർഡ് നമ്മൾ കണ്ടു. എന്നിട്ട് നമ്മളിങ്ങനെ വളഞ്ഞിങ്ങനെ പോവുകയാണ്. റോഡങ്ങനെ കിടക്കുകയാണ്. ഓക്കെ, അടിപൊളി, നല്ല രസമല്ലേ കാണാനായിട്ട്. അങ്ങനെ ഗൈസ് ഞങ്ങൾ പാഞ്ചാലിമേടിൻ്റെ തൊട്ടടുത്തായിട്ട് എത്തി. അപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും നല്ലപോലെ വിശന്നു. അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു കടയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ലൈറ്റായിട്ടൊന്ന് കഴിച്ചു. നോക്കേ, അടിപൊളി ചാമ്പയ്ക്ക ഇരിക്കുന്നുണ്ടോ. അതിൻ്റെ കളർ തന്നെ കണ്ടിട്ട് തന്നെ കൊതി വരുന്നു. ഉപ്പിലിട്ട പിന്നെ മേടിക്കാം, ഉപ്പിലിട്ട പിന്നെ. സ്ഥലം കൊല്ലം. ഈ സാധനം കണ്ടിട്ടുണ്ടോ? ഇതാണ് മുച്ച. ആദ്യം പറഞ്ഞ മുച്ചയെന്ന് പറഞ്ഞാൽ ഞാൻ വെച്ച് വേറെ ഏതാണ്ടാന്ന്. ഒരു യൂട്യൂബിൽ അവൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ വെച്ച് വേറെ ഏതാണ്ടായിരിക്കും. ചിപ്പി കഴിക്കടി, ആണോ? ചിപ്പിക്ക് ചാടിക്കോ. ചൂടാ, അവിടെ വയ്ക്കും. ഇവിടെ എന്ത് പറഞ്ഞു? വായിക്കാത്ത മുട്ട വേണോ? വേണോ? വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറ. ആ, നമുക്ക് തീയിൽ വെച്ചൊന്ന് ചൂടാക്കിയാലോ? അല്ല, എങ്ങനെ ഇത് വെക്കണ്ട? ഇതിനകത്തോട്ട് തീരുവോ ഒന്ന്? അമ്മച്ചി നടക്കാൻ സ്ലോ ആയതുകൊണ്ട് അമ്മച്ചി ആദ്യമേ നടന്നങ്ങ് പോയി. ആ, അപ്പോൾ ഞങ്ങളിങ്ങനെ താഴ്ന്ന് അങ്ങനെ കാണുന്ന കണ്ടോ, മുകളിലോട്ടൊരു മല പോലെ ഇങ്ങനെ. അപ്പോൾ അത്ര അങ്ങ് വരെ പോകണം. അങ്ങനെ നടക്കുകയാണ്. പക്ഷെ അടിപൊളി രസമാണ്. പക്ഷെ രാവിലെ ഇങ്ങനെ എത്തിയത് കൊണ്ട് അധികം വെയിലൊന്നും ഇല്ലാതെ അങ്ങ് നടക്കാൻ പറ്റി, കാണാനൊക്കെ പറ്റി. ഇതിപ്പോൾ ഒരു 8:30 മണിയായിട്ടുണ്ട് രാവിലെ. എന്നിട്ടുണ്ടാ ഇവിടുത്തെ ഒരു മഞ്ഞ് കണ്ടോ.
ആ ആദ്യത്തെ ആ മണ്ഡപത്തി. കട്ടില്. അപ്പോൾ പാഞ്ചാലിമേട് ഇത്രയാണ് ഉള്ളത്. അപ്പം നമ്മൾ ഇതിന് ബാക്കി വീഡിയോ അടുത്ത പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അതുവരേക്കും ബൈ.